വളരെ സ്ട്രേഞ്ചായിട്ട് യേശു ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് തോന്നും. സ്ട്രേഞ്ച് മാത്രമല്ല, ഭയങ്കര ഹാർഷായിട്ടാണ് പറയുന്ന വാക്കുകൾ ഇത്രത്തോളം എത്രമോ തോന്നിപ്പോവും. പ്രാക്ടിക്കലാണോ? അതിൻ്റെ ഗ്രാവിറ്റി അറിഞ്ഞതിനാണോ സംസാരിക്കുന്നത്? കാര്യം, നിങ്ങളുടെ കണ്ണ് പാപത്തിന് ഹേതുവാണെങ്കിൽ അത് ചൂഴ്ന്നുകളാ, കൈ പാപത്തിന് കാരണമെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളാ. അല്പം പോലും മയപ്പെടുത്താതെ ക്രിസ്തു എന്ന് സുവിശേഷത്തിൽ സംസാരിക്കുകയാണ്. എന്തിനായിരുന്നു ഇത്രയും ഹാർഷായിട്ട്, ഇത്രയും സ്ട്രോങ് ആയിട്ട്, ഇത്രയും സ്ട്രെയിഞ്ചായിട്ട് ക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ഈ പാപത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഗ്രാവിറ്റി ഓർമ്മിപ്പിക്കാൻ യേശു ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാൻ വാക്കുകളില്ലായിരിക്കും. കാര്യം, പാപം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ദൈവത്തിൽ നിന്ന് അകറ്റും. അതാണ് പാപത്തിൻ്റെ കോൺസിക്വൻസ്. പാപം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്ന് അകറ്റും. ഇതാണ് പാപത്തിൻ്റെ കോൺസിക്വൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ നിങ്ങൾ ഏതെങ്കിലും പാർട്ട് പോലും കുഴപ്പമില്ല, കട്ട് ചെയ്തുകളാ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നഷ്ടപ്പെടില്ലല്ലോ. നിങ്ങൾ ദൈവവും തമ്മിലുള്ള, നിങ്ങളും മനുഷ്യരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടില്ലല്ലോ. അത് നിങ്ങൾ സൂക്ഷിക്കുക. ദൈവവുമായിട്ട് മനുഷ്യരായിട്ട് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും തോന്നണമെങ്കിൽ മുറിച്ച് കളയാൻ പോലും മടിക്കരുതെന്ന് ക്രിസ്തു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു പാപത്തെക്കുറിച്ച് ക്രിസ്തു ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ആദ്യമായിട്ടും അവസാനമായിട്ടും ഇവിടെ വച്ച് തന്നെയാണ്. ഒരു കരുണയും പാപത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ സൂക്ഷിക്കരുത്. കാര്യം, എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളും ദൈവവും തമ്മിലുള്ള, നിങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് മുറിച്ച് കളയാനും തയ്യാറായിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി കളയുന്ന ചില ബന്ധങ്ങളുണ്ടാകാം, ചില സാഹചര്യങ്ങളുണ്ടാകാം, ചില വസ്തുക്കളുണ്ടാകാം, എന്തോ ആയിക്കൊള്ളട്ടെ. എന്തോ ഒന്ന് നിങ്ങളിപ്പോഴും ദൈവത്തിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ അപരിചിതരാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളിൽ തന്നെ നല്ലവരെല്ലാം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് കളാം. നിങ്ങൾ കട്ട് ചെയ്യാൻ കാണിക്കുന്ന ധൈര്യത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോഴും പാപത്തിൻ്റെ പേരിൽ കരുണ കാണിക്കാതിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.